ഞാനൊരു സാധനം ഇപ്പോഴാണ് കണ്ടത്. പെട്രോള് ശരിക്കും അയ്യന് ഇത്രയും വണ്ടിപ്രാന്തിയായിട്ട് ഈ വണ്ടിയൊക്കെ ഇപ്പോഴാണ് സീരിയസ്ലി 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 എനിക്കറിയില്ലായിരുന്നു. ക്ഷമിക്കുക, ഞാൻ ആദ്യമായിട്ടാണ് അത് ട്രൈ ചെയ്യുന്നത്. ഞാൻ വിചാരിച്ചില്ലായിരുന്നു, കാരണം എനിക്ക് കൊടുക്കുമ്പോൾ ഞാൻ വിചാരിച്ചില്ല. ഞാൻ അവിടെ നിന്ന് നോക്കിയപ്പോൾ ഒരു മുതൽ അവിടെ കിടക്കുന്നുണ്ട്. ഞാൻ അങ്ങനെ നോക്കി അങ്ങോട്ട് ചെന്നതാ. താങ്ക് യു, താങ്ക് യു സോ മച്ച്. ഇതുണ്ട ഗൈസ്, ഞാൻ വൈൻഡപ്പ് എടുക്കാൻ പോയതാണ്. മുർഷിദൊക്കെ പറഞ്ഞു ഞാൻ അപ്പം തന്നെ ഫോണിൽ സ്പേസ് കയറുന്നത്. ഇതാണ് ഐഫോണിൻ്റെ ഒക്കെ ഒരു പ്രശ്നം. അപ്പോൾ നമ്മൾ ഓൾട്ടർനേറ്റ് ആയിട്ട് എൻ്റെ ഫോണുണ്ടല്ലോ, അതിലാണ് നമ്മളിപ്പോൾ ഷൂട്ട് ചെയ്യുന്നത്. സോ ഹലോ എവരിവൺ, ഇറ്റ്സ് മീ റിച്ചസ് കൊച്ചിക്കാരി അച്ചായത്തി. അപ്പോൾ നമ്മുടെ കൊച്ചിയിൽ ഒരു ചരിത്രം സൃഷ്ടിക്കാൻ പോകാൻ കേട്ടോ. ഈ വരുന്ന എന്ന് പറഞ്ഞാൽ മറ്റന്ന നവംബർ 13 ഇവിടെ ഒരു വലിയൊരു പ്രോഗ്രാം നടക്കാൻ പോവാണ്. വേറെ ഒന്നുമല്ല, ഇതിപ്പോൾ നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകുമല്ലോ. MRF ചാമ്പ്യൻഷിപ്പിൻ്റെ ട്രാക്ക് റേസ്, മോട്ടോക്രോസ് റേസ് നടക്കാനായിട്ട് പോവാണ്. നമ്മുടെ കൊച്ചിയിലാണ് നടക്കുന്നത്. കൊച്ചി കളമശ്ശേരിയിൽ ഫാറ്റ് ഗ്രൗണ്ടിലാണ്. അപ്പോൾ ഉച്ചയ്ക്ക് നവംബർ 13 ഉച്ചയ്ക്ക് 1 മണിക്ക് ഇവിടെ നമ്മളുടെ റേസും കാര്യങ്ങളൊക്കെ പ്രോഗ്രാമൊക്കെ തുടങ്ങുന്ന ടൈം കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഞാൻ നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ ഇവിടെയാണ്. അപ്പോൾ ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ട്രാക്കൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഓൾമോസ്റ്റ് ഒരു 15,000 ആളുകൾക്ക് ഇരിക്കാൻ പറ്റുന്ന അത്രയുമുള്ള സീറ്റ്സ് അവൈലബിലിറ്റി ഇവിടെ നമുക്കുണ്ട്. നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാകും. ജസ്റ്റ് ഒന്ന് ഞാൻ ഇങ്ങനെ റൗണ്ട് ചെയ്ത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഇപ്പോൾ ഓൾമോസ്റ്റ് ഇവിടുത്തെ എന്താ പറയുക, ഈ പണിയും കാര്യങ്ങളൊക്കെ ഓൾമോസ്റ്റ് ഇപ്പോൾ തീരാറായി. ഇപ്പോൾ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. ട്രാക്കൊക്കെ ഇങ്ങനെ ഉണ്ടല്ലേ സെറ്റ് ചെയ്തിട്ടേക്കണേണ്. ഓക്കെ, നോക്ക്, കണ്ട. അതുപോലെ തന്നെ എല്ലാ സംഭവങ്ങളും ഇങ്ങനെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പ്രോഗ്രാം മറ്റൊന്നെയാണ് കേട്ടോ. അപ്പോൾ എനിക്കിവിടെ ഒരു ഷൂട്ട് ഉണ്ടായിരുന്നു, അതുകൊണ്ടിട്ടാണ് ഞാൻ ഇന്ന് ഇങ്ങോട്ട് വന്നത്. അപ്പോൾ നമ്മുടെ മുർഷിദൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്തേക്ക് അവിടെ ഉണ്ട്. എടാ, ഞാനൊരു സാധനം ഇപ്പോഴാണ് കണ്ടത്. പെട്രോള് സത്യമായിട്ട് ഞാൻ ഈ സംഭവം ഞാൻ ഇവിടെ വന്നപ്പോഴത്തേക്കും പെട്രോൾ വന്ന് കണ്ടിരുന്നെങ്കിലും എന്ന് ഞാൻ ഇങ്ങനെ ആഗ്രഹിച്ചായിരുന്നു. ഇപ്പൊ ഞാൻ ഇവിടുന്ന് ഷൂട്ട് ചെയ്തപ്പോഴാണ് ഒരു മുതലത് അതിന്റെ ബാക്കിൽ കിടക്കണം ഞാൻ കണ്ടത് കേട്ടാ. കണ്ടേ ഭ്രാന്തിങ്ങനെ വണ്ടിഭ്രാന്ത് ഇങ്ങനെ കൂടുമ്പോ ഇങ്ങനെ കൊറേ ഇവനൊരു 1.5 മുതലാണ്. അത് കണ്ടില്ലേ ഗൈസ് നിങ്ങള്? ഓക്കെ, എന്നെ കാണിക്കണ്ട, ഇനി അതിനെ കാണിച്ചു. എന്തൊരു റോഡ് പ്രസൻസ് ഉള്ള വണ്ടിയാണ് എന്റെ കുഞ്ഞേ. ഞാൻ വീഡിയോയിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ കേട്ടോ. ഐ മീൻ ഈ വണ്ടി ഞാൻ വീഡിയോയിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. ഇപ്പോഴാണ് ഞാൻ നേരിട്ട് കാണുന്നത് കേട്ടോ. അപ്പം ഒന്നടുത്ത് നിൽക്കട്ടെ, ഒരാഗ്രഹം ഉണ്ടാവുമല്ലോ. ഞാനിപ്പോ കാണിക്കുന്നുണ്ടല്ലോ എന്റെ എനിക്കറിയില്ല, ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. കാരണം ഈ വണ്ടി ഞാൻ ഒരുപാട് വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ പെട്രോൾ ഞാൻ കണ്ടിട്ടുണ്ട്, റോഡിലൊക്കെ കൂടെ പോകുമ്പോൾ ജസ്റ്റ് ഇങ്ങനെ പാസ് ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. പക്ഷേ ഇത്രയും ക്ലോസ് ആയിട്ട് ഞാൻ ആദ്യമായിട്ടാണ് നിൽക്കുന്നത്. സീരിയസ്ലി ഇത്രയും ക്ലോസ് ആയിട്ട് ഞാൻ ആദ്യമായിട്ടാണ് നിൽക്കുന്നത്. നിങ്ങൾ തന്നെ ചിലപ്പോൾ കളിയാക്കുമായിരിക്കും, അയ്യന് ഇത്രയും വണ്ടിപ്രാന്തിയായിട്ട് ഈ വണ്ടിയൊക്കെ ഇപ്പോഴാണ്. സീരിയസ്ലി 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 എനിക്കറിയില്ലായിരുന്നു. ക്ഷമിക്കുക. ഇല്ല ലോക്കാണ് നോക്കാം.
ദൈവമേ, ഞാനിത് എങ്ങനെ ഇത് പറയൂന്ന് എനിക്കറിയില്ല സത്യമായിട്ടും. ഞാൻ ആദ്യമായിട്ട് സീരിയസ്ലി ഞാനൊരു ക്യാമറി ലെഫ്റ്റ് സൈഡിൽ ലെഫ്റ്റ് ഹാൻഡ് സ്റ്റിയറിംഗ് ഞാൻ നോക്കി ഓടിച്ചു നോക്കിയിട്ടുണ്ടെന്ന് എനിക്ക് ഓടിച്ചു നോക്കിയിട്ടുണ്ട്. ഇപ്പോഴല്ല, ഒരു 1 year ബാക്ക്. പക്ഷേ നിസാൻ പാട്രോൾ അത് ഇത്രയും വലിയൊരു മുതല് കറുത്തായി എനിക്കറിയില്ല. ആക്ച്വലി എന്താ ചെയ്യേണ്ടത് എനിക്കറിയില്ല. ഓക്കെ, സീരിയസ്ലി ഞാനിത് മറക്കില്ല. ഇത് എന്റെ ലൈഫിലെ തന്നെ ഏറ്റവും വലിയൊരു മൊമെന്റ് ആയിരിക്കും. താങ്ക് യു. എന്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ടാണ് ഇത് ഓടിക്കുന്നത്. താങ്ക് യു സോ മച്ച്. എന്തായാലും ഇപ്പൊ അവിടെ ചെല്ലുമ്പോ എന്താണ് ഞാൻ പറയും. എന്തായാലും എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയൊരു മൊമെന്റ് ആണ് ഇപ്പൊ നിങ്ങൾ കണ്ടത്. കാരണം എനിക്ക് ഈ ഒരു വണ്ടി എടുക്കണമെന്ന് ആഗ്രഹമുള്ളൊരു മുതലാണ്. ഞാൻ സീരിയസ്ലി ഞാൻ പറയാം, ഇതെൻ്റെ ഒരു അഹങ്കാരമായിട്ട് വിചാരിക്കരുത്. പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു വണ്ടിയും കൂടെയാണ് നിസാൻ പാട്രോൾ. അത് ഓടിക്കാൻ പറ്റിയത് തന്നെ എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത് കേട്ടോ, സീരിയസ്ലി. അപ്പോൾ നമുക്ക് ഒരാള് അവിടെ വന്നിട്ടുണ്ടേ, ആളൊന്ന് കാണിച്ചു തരാം കേട്ടോ ഗൈസ്. അപ്പോൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒരുപാട് മൊമെന്റ് നടന്നു. ഫൈനലി എൻ്റെ ഒരു ഡ്രീം അച്ചീവ് ചെയ്തു എന്നാണെങ്കിൽ പറയാം. ഓക്കെ, അപ്പോൾ എന്തായാലും ഇവിടെ വേറൊരാൾ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് താക്കോല് കൊണ്ടുപോയിട്ട് മുർഷിദിക്കൊക്കെ കൊടുക്കണം. ഓക്കെ ഓക്കെ. എനിക്കിപ്പോഴും എൻ്റെ രാത്രികൾ ഫുള്ള് ഈ പാട്രോളായിരിക്കും. ഡിസൈൻ ഞാൻ ആദ്യമായിട്ടാണ് അത് ട്രൈ ചെയ്യുന്നത്. ഞാൻ വിചാരിച്ചില്ലായിരുന്നു, കാരണം എനിക്ക് ഓടിക്കാൻ ഞാൻ വിചാരിച്ചില്ല. ഞാൻ അവിടെ നിന്ന് നോക്കിയപ്പോൾ ഒരു മുതലവിടെ കിടക്കുന്നുണ്ട്. ഞാൻ അങ്ങനെ നോക്കി അങ്ങോട്ട് ചെന്നതാ. താങ്ക് യു സോ മച്ച്. അതിന്റെ ആളെ ഞാൻ വണ്ടി എനിക്ക് എൻ്റെ അടുത്ത് വണ്ടികൾ ചോദിച്ചാൽ ഹായ് നമ്മൾ നേരിട്ട് ആദ്യമായിട്ട് ഞാൻ വണ്ടി
10 തന്നെ എടുത്ത്. 10 തന്നെ എടുത്ത്. ഓക്കെ. കാസർഗോഡ് registration. ആ ആ ആ. അപ്പൊ ഇവിടെ നിങ്ങൾ സ്ഥലോ? ഇവിടെ തന്നെ. അതെ. സുഖമായിട്ടിരിക്കണോ? സെറ്റാണ്. ഓക്കെ ഒന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ ഓക്കെ. അയ്യോ നമുക്ക് പ്രാക്ടീസ് കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. ഓക്കെ ഗൈസ്, അപ്പോൾ ആക്ച്വലി ടാക്സി എൻ്റെ അടുത്ത് വണ്ടി വെച്ചിട്ടുണ്ടായിരുന്നേ പജേറോ. അപ്പോൾ എനിക്ക് വന്നത് കാരണം എല്ലാവർക്കും അറിയാമായിരിക്കും, ഓൾമോസ്റ്റ് ഇപ്പോൾ ഞാൻ കാറിൻ്റെയൊക്കെ വീഡിയോ ചെയ്യുന്നത് വളരെ കുറവാണ്. അപ്പോൾ എനിക്ക് എൻ്റെ അടുത്ത് പജേറോ ഉണ്ടായിരുന്ന സമയത്താണ് എൻ്റെ വീട് കണ്ടിട്ടാണോ എന്ന് എനിക്കറിയില്ല. പുള്ളിൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു വണ്ടി ഉണ്ടോയെന്ന് വെച്ചിട്ട്. അപ്പോൾ എൻ്റെ കയ്യിൽ വന്ന ടൈമിലുണ്ടായിരുന്നതൊക്കെ ഞാൻ പുള്ളിക്ക് അയച്ചു കൊടുത്തായിരുന്നു. അപ്പം എനിക്ക് തോന്നുന്നു മേ ബി പുള്ളി വേറെ എടുത്തു, അത് സീനില്ല നമുക്ക്. പുള്ളി ഒന്ന് വണ്ടി ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാൻ പോവാം കേട്ടോ. അപ്പോഴാണ് ആക്ച്വലി ഞാൻ എൻ്റെ റോഡ് പ്രസൻസ് മനസ്സിലാക്കുന്നത്. നോക്കി നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം ആഗ്രഹിച്ചു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ കിട്ടാന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഭയങ്കര സർപ്രൈസ്ഡായി. അയ്യോ, എനിക്കിപ്പോൾ എൻ്റെ മനസ്സിലിപ്പോൾ അത് തന്നെയേ ഉള്ളൂ, നിസാൻ പാട്രോൾ എൻ്റെ മനസ്സിൽ അത് മാത്രമേ ഉള്ളൂ ഇപ്പോൾ ആക്ച്വലി. ഓക്കെ ഗൈസ്, അപ്പം അതൊക്കെ വിട്, നമുക്ക് ബാക്ക് ടു ദ കണ്ടന്റ്. അപ്പോൾ നമ്മൾ ഇതൊക്കെയാണ് ട്രാക്ക്. ഇപ്പോൾ ഓൾമോസ്റ്റ് ഇപ്പോൾ ഇവിടെ ആ കാണുന്ന എല്ലാം എന്ന് പറഞ്ഞാൽ ഇരിക്കാനായിട്ടുള്ള സെറ്റപ്പുകളാണ്. അത് നിങ്ങൾക്ക് ഇപ്പോൾ ഇങ്ങനെ കാണുമ്പോഴത്തേക്കും റെയിൽസ് വെച്ചേക്കുന്ന പോലെ തോന്നുമായിരിക്കും. അതെല്ലാം സീറ്റിംഗ് ആണ് ഇരിക്കാനായിട്ടുള്ളത്. ഇവിടുത്തെ ഒരു ഏറ്റവും വലിയൊരു പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രീ എൻട്രി ആണ്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമായിട്ടായിരിക്കും മേ ബി ഒരു മോട്ടോർ ക്രോസ് ട്രാക്കിൽ, അതും ഇങ്ങനത്തെ ഒരു ഇവൻറ്റിലൊക്കെ ഫ്രീ ആയിട്ട് കൊടുക്കുക. ഐ മീൻ ഫ്രീ എൻട്രി ഒക്കെ ആദ്യമായിട്ടായിരിക്കും. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. ബിക്കോസ് ഇതിന് മുമ്പ് നമ്മൾ തൃശ്ശൂരിൽ ഇതുപോലെ ഇവൻറ്റ് നടന്നിട്ടുണ്ടായിരുന്നു, പക്ഷെ അതൊക്കെ പെയ്ഡായിരുന്നു. പക്ഷെ ഇവിടെ കൊച്ചിയിൽ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു ചരിത്രം സൃഷ്ടിക്കുന്നതിൻ്റെ കൂടെ തന്നെ അതും ഫ്രീ ആയിട്ട് എല്ലാ മോട്ടോ എൻതൂസിയാസ്റ്റിനും അതുപോലെ തന്നെ വണ്ടികളോട് പ്രാന്തമുള്ളവർക്കൊക്കെ ഈ ഒരു ഇവൻറ്റിലേക്ക് നമ്മളെല്ലാവരും ഇൻവൈറ്റ് ചെയ്യാണ്. ഐ ആം സോ മച്ച് എക്സൈറ്റഡ്. കാരണം ഈ ഒരു ഇവൻറ്റ് കൊച്ചിയിൽ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു പ്രോഗ്രാമിന് അറ്റൻഡ് ചെയ്യുന്നത് തന്നെ. അതുകൊണ്ടിട്ട് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. അതുപോലെ തന്നെ ഒരുപാട് ഫോറിൻ അത്ലറ്റ്സ് ഒക്കെ വരുന്നുണ്ട് നമ്മുടെ ഈ ഒരു ഇവൻറ്റ്, ഫ്രീ സ്റ്റൈലും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് വരുന്നുണ്ട്. അതിൽ ഒരാൾ ഇന്ന് വന്നിട്ടുണ്ട്. ഞാൻ നാളായിട്ട് ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്തായിരുന്നു. ഓ മൈ ഗാഡ്, എനിക്കറിയില്ല എന്തൊക്കെ പറയണമെന്ന് എനിക്കറിയാൻ പാടില്ല. എന്തായാലും കൊള്ളാം, എനിക്ക് സംഭവം ഒന്നും പറയാനായിട്ടില്ല. ഇതുണ്ടോ, ഇതിപ്പോൾ ഓൾമോസ്റ്റ് ഇപ്പോൾ ഇവിടെ വർക്കും കാര്യങ്ങളൊക്കെ നമ്മളുടെ ഫ്രെയിം ഇതില്ലേ ബോർഡും കാര്യങ്ങളൊക്കെ ഇപ്പോൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ. അതിൻ്റെയാണ് ഈ കാണുന്നതൊക്കെ. എത്ര ഹൈറ്റിലുള്ള ജെംസൊക്കെ ഇതുണ്ടോ, സംഭവങ്ങളൊക്കെ കണ്ടില്ലേ നിങ്ങൾ? ഇതൊക്കെ ഞാൻ കണ്ടപ്പോഴത്തേക്ക് ആക്ച്വലി ഞാൻ കഴിഞ്ഞ ഒരു 2 വീക്സ് മുമ്പാണ് ആക്ച്വലി ഞാൻ ട്രാക്കിൽ പ്രാക്ടീസിന് ആദ്യമായിട്ട് ഇറങ്ങുന്നതല്ലേ. അപ്പോൾ ഇതൊക്കെ വെച്ച് നോക്കിയപ്പോഴത്തേക്ക് ദൈവമേ, എനിക്കറിയില്ല എന്ന് പറയണം. ഇത് നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ ഈ സംഭവങ്ങളൊക്കെ. ആ ഫ്രീ സ്റ്റൈലൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും വലിയ ഹൈറ്റിലൊക്കെ. മേ ബി അത് തന്നെ, അത് ആ സാധനമാണത്. എനിക്കതിൻ്റെ പേരൊന്നും എനിക്കറിയാൻ പാടില്ല. ബിക്കോസ് ഞാൻ ഈ മോട്ടോർ കോഴ്സിലൊന്നും അത്ര വലിയ ഇൻവോൾവ് ഒന്നുമല്ല. അതുകൊണ്ട് എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ആക്ച്വലി എനിക്കറിയില്ല. പക്ഷേ ഇനി ഇൻവോൾവ് ആകും. ബിക്കോസ് ഞാൻ ട്രാക്കിലിറങ്ങി ഞാൻ പ്രാക്ടീസ് ചെയ്യാനായിട്ട് തുടങ്ങി. അപ്പോൾ എന്തായാലും ഇൻവോൾവ് ആയാലേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് മാത്രമാണ് ഇങ്ങനൊരു ഇവൻറ്റ് ഇവിടെ നടക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ മുർഷിദൊക്കെ പറഞ്ഞപ്പോൾ തന്നെ നമ്മൾ ഇങ്ങോട്ട് പോകുന്നത് കേട്ടോ. ഓക്കെ, ഞാൻ ആക്ച്വലി വേറൊരു കാര്യം പറയട്ടെ. ഈ ഫാക്റ്റ്, ഐ മീൻ നമ്മുടെ കളമശ്ശേരിയിൽ ഇങ്ങനത്തെ ഒരു സ്ഥലം കിടക്കുന്നത് ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. കൊച്ചിയിൽ ഇത്രയും നാൾ താമസിച്ചിട്ട് എനിക്കറിയില്ലായിരുന്നു ഇങ്ങനൊരു ഗ്രൗണ്ട് ഇവിടെ ഉള്ളതായിട്ട് എനിക്കറിയില്ലായിരുന്നു. ഇത്രയും വലിയ ഗ്രൗണ്ടാണ് ഇപ്പോൾ ഇവിടെ സെറ്റ് ചെയ്തത്. കണ്ടല്ലോ, ഇനി ഓരോ ട്രാക്ക് എനിക്കിങ്ങനെ പറഞ്ഞു തന്നോന്നാണ്. പക്ഷെ എൻ്റെ മനസ്സ് മൊത്തം നിസാൻ പാട്രോൾ ആയതുകൊണ്ടിട്ടാണ് കേട്ടോ. ഇതൊക്കെ നിങ്ങൾക്കറിയാലോ, ഇങ്ങനെ ഓരോ ലാപ്പ് ഉണ്ടാവില്ലേ, ആ സംഭവമാണ് ഇത്. കണ്ടല്ലോ, അതാണ് ഈ സെറ്റ് ചെയ്തിട്ടോ. ഞാൻ ആലോചിക്കുക ഇതെല്ലാം എങ്ങനെയാണ് ഇങ്ങനെ എല്ലാം ഇത്രയും കേവായിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്യണമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അടിപൊളിയായിട്ട് കണ്ടോ. നേരെ ചാടുന്നു, അങ്ങോട്ട് പോകുന്നു. ഇതാണ് ആളുകൾക്ക് ഇരിക്കാനായിട്ടുള്ള സീറ്റിംഗ് ഒക്കെ. ഓൾമോസ്റ്റ് ഇപ്പോൾ എനിക്ക് തോന്നുന്നു വർക്കും കാര്യങ്ങളൊക്കെ തീർന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം ബിക്കോസ് നമ്മൾ വന്ന സമയത്ത് ഇത്രയും സെറ്റപ്പ് ഒന്നും ഉണ്ടായിരുന്നില്ല.
പഗോടയും കാര്യങ്ങളൊന്നും അങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് വെച്ച് തുടങ്ങിയത്. കണ്ടല്ലോ ഗൈസ് നിങ്ങൾ. ഈ ഹൈറ്റിൽ കൂടെ ഇതിലും ഹൈറ്റിലാണ് അവർ പോകാനായിട്ട് പോകുന്നത്. എങ്ങനെ? ബൈക്കിന്. ഞാനും ഇതുപോലെ പ്രാക്ടീസ് ആയി കഴിയുമ്പോഴത്തേക്കും ഞാനും ഇതുപോലെ ചാടും. ഓക്കെ ഗൈസ്, അപ്പോൾ എന്തായാലും നമ്മളുടെ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. ഞാൻ ഈ ഗ്രൗണ്ട് മൊത്തം ഇപ്പം നടന്നു നിങ്ങൾക്ക് വേണ്ടിയിട്ട്, നിങ്ങൾ ആലോചിക്കണം. അപ്പോൾ ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ആരെങ്കിലുമൊക്കെ തന്നെ നമ്മളുടെ ഈ ഒരു ഇവൻറ്റ് കാണാനായിട്ട് വരുന്നുണ്ടെങ്കിൽ വന്നോ, ഫ്രീ എൻട്രി ആണ്. ഉച്ചയ്ക്ക് 1 മണിയാകുമ്പോഴത്തേക്കും ഇവിടെ ഗേറ്റ് ഓപ്പൺ ആയിരിക്കും. 4 o'clock റേസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ കൂടെ മുർഷിദിക്ക ഉണ്ട്. ഒന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു കൊടുക്കാമോ? ഇത് MRF FMSC ഇന്ത്യൻ നാഷണൽ സൂപ്പർ ക്രോസ് റേസിംഗ് ചാമ്പ്യൻഷിപ്പിൻ്റെ ഫിനാലെ റൗണ്ടാണ്. വിച്ച് ഇസ് ഏകദേശം ഇന്ത്യയിൽ 6 റൗണ്ടായിട്ടാണ് ഈ റേസ് വരിക. അതിൽ 5 റൗണ്ട് കഴിഞ്ഞു. വിച്ച് ഇസ് നാഗ്പൂറും അതുപോലെ ബാംഗ്ലൂരും പൂനെയിലൊക്കെ ആയിരുന്നു മറ്റു റൗണ്ടുകൾ. അത് കഴിഞ്ഞു. ഫിനാലെ റൗണ്ട് നടക്കാൻ പോകുന്നത് നമ്മളെ കേരളക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ ഭാഗ്യമാണ്. അത് കൊച്ചിയിൽ നടക്കുന്നു എന്നുള്ളത്. ദ ബെസ്റ്റ് പാർട്ട് ഓഫ് ദിസ് റേസസ്, ഈ ഒരു റേസിൽ കൂടെ പോയിന്റ് നോക്കിയിട്ടാണ് ഫാക്ടറി റൈഡേഴ്സ് ലൈക്ക് ഫാക്ടറി ടീമായിട്ടുള്ള KTM, TVS, ഹീറോ ഒക്കെ നല്ല ഫൈറ്റിലാണുള്ളത്. ബിക്കോസ് എവരിബഡി വോണ്ട്സ് ടു ബിക്കം ദ ചാമ്പ്യൻ. 2024 ഒരു നാഷണൽ ചാമ്പ്യൻ ആവണമെങ്കിൽ ഈ റേസിലെ പോയിന്റും കൂടെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. യു ക്യാൻ സീ ഓൺലി ദ ബെസ്റ്റ് ടോപ്പ് ക്ലാസ് റൈഡേഴ്സ് ഹിയർ. ഫിനാലെ റൗണ്ട് ആയതുകൊണ്ട് തന്നെ ബാക്കിയുള്ള റൈഡേഴ്സ് പോയിന്റ് ഇല്ലാത്തവരൊക്കെ പുറത്തായിട്ടുണ്ടാവും. ഇവിടെ ഓടിക്കുന്നവരൊക്കെ ടോപ്പ് ക്ലാസ് റൈഡേഴ്സ് ആയിരിക്കും. ഈ ഒരു ഈവെൻറ്റിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് 15,000 ആളുകൾക്ക് ഇരുന്ന് കാണുവാൻ സാധിക്കുന്ന തരത്തിലുള്ള ഗാലറി ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഫ്ലഡ് ലൈറ്റിൽ അണ്ടർ ദ ഫ്ലഡ് ലൈറ്റ് നിങ്ങൾക്ക് ഒരു കിഡ്ലൻ റേസ് നിങ്ങൾക്ക് കാണാം, വാർ റേസ് കാണാം. ആഡഡ് ടു ദിസ് ഒരു ഫ്രീ സ്റ്റൈൽ FMX ഷോവും കൂടെ ഉണ്ട്. ഇൻ്റർനാഷണൽ അത്ലറ്റ്സ് കമ്മിങ് ഫ്രം സ്വിറ്റ്സർലാൻഡിൽ നിന്നും ഫിൻലാൻഡിൽ നിന്നും വന്നിട്ട് ബൈക്കിലെ റാമ്പിലൂടെ ഒക്കെ ചാടിച്ച് മറിയുന്ന പരിപാടികളൊക്കെ നിങ്ങൾ യൂട്യൂബിലും TV-യിലൊക്കെ കണ്ടിട്ടുണ്ടാവും. അത് നമ്മുടെ കൊച്ചിയിലെ മണ്ണിൽ ഈ 30-ാം തീയതി വൈകുന്നേരം 4 മണി മുതൽ ആരംഭിക്കുന്ന ഈ ഒരു പരിപാടിയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. FACT ഗ്രൗണ്ട് വിച്ച് ഇസ് നമ്മുടെ സെൻറ്റ് ആൻസ് സ്കൂളിൻ്റെ ബാക്ക് സൈഡിലാണ്, ബിഹൈൻഡ് ദാറ്റ് ഈ ഒരു സ്ഥലം വരുന്നത്. ഇവിടെ നിങ്ങൾ വരികയാണെങ്കിൽ ഉച്ചയ്ക്ക് 1 മണി മുതൽ ഗേറ്റ് ഓപ്പൺ ചെയ്യും. ആ സമയത്ത് തന്നെ വരാൻ വേണ്ടി ശ്രമിക്കുക. ശനിയാഴ്ചയാണ്, അറിയാം ട്രാഫിക് കൂടുതലുള്ള സമയമാണ്. പക്ഷേ നിങ്ങൾ എത്ര പെട്ടെന്ന് വന്നിട്ടുണ്ടെങ്കിൽ അത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് സീറ്റിലേക്ക് കയറിയിരിക്കാം. ബിക്കോസ് ഇറ്റ്സ് എക്സാക്ട്ലി ഫ്രീ എൻട്രി ആണ്. കാണാൻ വരുന്ന ആളുകൾക്ക് ഒരു പൈസ ചിലവില്ലാതെ, അതും ഇന്ത്യയിൽ ആദ്യമായിട്ട് നടക്കാൻ പോകുന്നൊരു പരിപാടിയാണ്. ഒരു പൈസ പോലും കൊടുക്കാതെ നമുക്ക് ഇത്രയും വലിയൊരു ബിഗ് ഇവൻറ്റ് കാണാൻ സാധിക്കുക എന്നുള്ളത്. അപ്പോൾ അന്നത്തെ ദിവസം എന്ന് പറയുന്നതിന് നമുക്ക് എല്ലാവർക്കും കൂടി ചേർന്ന് അടിച്ച് പൊളിക്കാൻ പോകുന്ന ഒരു ദിവസമാണ്. ഈ കൊച്ചിക്കാരി അച്ചായത്തിൻ്റെ ഈ ചാനൽ ഫോളോ ചെയ്യുന്ന എല്ലാവരും ഈ ഒരു ഡേ നിങ്ങൾക്കൊരു അൺഫോർഗറ്റബിൾ ഡേ ആയിട്ട് മാറും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഓക്കെ, താങ്ക് യു. ഇതുണ്ട് ഗൈസ്, ഞാൻ വൈൻഡപ്പ് എടുക്കാൻ പോയതാണ്. മുർഷിദൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം തന്നെ ഫോണിൽ സ്പേസ് കയറുന്നത്. ഇതാണ് ഐഫോണിൻ്റെ ഒക്കെ ഒരു പ്രശ്നം. അപ്പോൾ നമ്മൾ ഓൾട്ടർനേറ്റ് ആയിട്ട് എൻ്റെ ഫോൺ ഉണ്ടല്ലോ, അതിലാണ് നമ്മളിപ്പോൾ ഷൂട്ട് ചെയ്യുന്നത്. സോ ഗൈസ്, നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ എല്ലാവരും നമ്മളുടെ ഈ ഒരു ഇവൻറ്റിൽ നിങ്ങൾ പങ്കെടുക്കുക. കാരണം കൊച്ചിയിൽ ആദ്യമായിട്ടായിരിക്കും മേ ബി ഇങ്ങനത്തെ ഒരു ഇവൻറ്റ്, അത് ഇത്രയും വലിയൊരു ഇവൻറ്റ് നടക്കുന്നത്. ഇതൊരു ചരിത്രമായിരിക്കാം. എന്തായാലും കുറേ വർഷങ്ങൾ കഴിയുമ്പോഴത്തേക്കും ഞാനാണെന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി പറയും, ഞങ്ങളൊക്കെ ഇങ്ങനെ ഒരു ഇവൻറ്റിൽ പങ്കെടുത്തിട്ടുണ്ട്, അന്ന് കുറേ റേസ് മോട്ടോക്രോസ് റേസസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു, അങ്ങനെ ഇങ്ങനെയൊക്കെ എന്തായാലും നമ്മൾ പറയുമല്ലോ. ഇതൊക്കെ ഒരു ഓർമ്മയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു MRFൻ്റെ ഈ ഒരു ചാമ്പ്യൻഷിപ്പ് റേസിൽ നിങ്ങളെല്ലാവരും വരിക. കാരണം കണ്ടിരിക്കേണ്ട ഒരു സംഭവമാണ്. ആക്ച്വലി ഞാനൊരു കാര്യം പറയട്ടെ, ഞാനൊക്കെ ബാംഗ്ലൂർ ഡേയ്സ് സിനിമയില്ലേ, ഇവിടെ ഇപ്പോൾ ഒന്ന് നിന്നപ്പോഴത്തേക്കും എനിക്ക് അതാണ് ഓർമ്മ വന്നത്. ആ ഒരു സെയിം സംഭവം, സെയിം ഫീലിംഗ് നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും കിട്ടും. മുർഷിദൊക്കെ പറഞ്ഞായിരുന്നില്ലേ ഫ്രീ സ്റ്റൈല് കണ്ടിട്ടുണ്ടാവും, മറ്റേ വീഡിയോസൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളൂ, ഞാനിതൊക്കെ നേരിട്ട് കാണാൻ പോകണം. സോ എല്ലാവരും വരാം, എനിക്ക് വേറെ ഒന്നും പറയാനായിട്ടില്ല. ഓക്കെ, ബൈ. അവര് മറ്റേ ഹെലിക്കാൻ വെച്ചിട്ടുള്ള ഷോട്ട് എടുത്തോണ്ടിരിക്കാനാണ്. കണ്ട
ഗൈസ്, അപ്പോൾ ഈ വീഡിയോ ഞാൻ എടുക്കുന്ന വേറൊന്നും കൊണ്ടിട്ടല്ല, നിങ്ങൾക്ക് ആർക്കെങ്കിലും വഴി അറിയില്ല എന്നുണ്ടെങ്കിൽ വഴി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ആക്ച്വലി ഞാനിത് എടുക്കുന്നത്. ഓക്കെ, പിടിച്ചോ. അപ്പോൾ ഇത് സ്ഥലം ഞാൻ ഒന്നും കൂടെ പറഞ്ഞു തരാം. നമ്മുടെ കളമശ്ശേരി FICT എന്ന് പറഞ്ഞാൽ ഫാക്ടിൻ്റെ ഒക്കെ അടുത്തായിട്ടാണ് ഈ ഗ്രൗണ്ട് വരുന്നത് കേട്ടോ. ഫാക്ട് ഗ്രൗണ്ട് എന്നാണ്. അവിടെ ഓൾറെഡി ഇതുപോലെ പോസ്റ്ററും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് അവർ. അപ്പോൾ വരുമ്പോഴത്തേക്ക് നിങ്ങൾ നമ്മുടെ കളമശ്ശേരി എന്നൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകും. കളമശ്ശേരി FICT ഗ്രൗണ്ട്. ഓക്കെ, അത് സെൻറ്റ് ആൻസിൻ്റെ ഒക്കെ ബാക്കിലായിട്ടാണ് ഈ ഗ്രൗണ്ട് വരുന്നത്. ഈ റോഡ് നിങ്ങൾ കയറുക, നേരെ വിട്ടോളാം. നേരെ നിങ്ങൾ വളവോ തിരിവോ ഒന്നും തിരിയണ്ട, നേരെ വിട്ടാൽ നിങ്ങൾക്ക് അവിടെ ചെന്ന് എത്താനായിട്ട് പറ്റും. ഓക്കെ.